ഇപ്പോൾ ENTയിൽ ഒരു സ്ഥിരം ചോദ്യമാണ് മിനിയസ് ഡിസീസ്. അപ്പോൾ അതിനെപ്പറ്റി നോക്കാം. ഇത്രയാണ് കുഹാസിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അല്ലേ, എസ് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് എസ് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് ആൻസർ ചോദിച്ചിട്ടുണ്ട്. പഠിച്ച എന്തായാലും വരും. ഇനി എത്തിയോളജി പറയുന്നതിന് മുമ്പേ എന്താ സാധനം എന്ന് പറയാം, എന്നിട്ട് നമുക്ക് എത്തിയോളജി പറയാം. എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ എൻഡോലിംഫാറ്റിക് ഹൈഡ്രോപ്സ് എന്ന് ഒറ്റ വാക്കി പറയാം. ഒറ്റ വാക്കിൽ എൻഡോലിംഫാറ്റിക് ഹൈഡ്രോപ്സ് എന്ന് പറയാം. എന്താണത്? എൻഡോലിംഫിൻ്റെ അളവ് കൂടുവാണ്, എൻഡോലിംഫിൻ്റെ എമൗണ്ട് കൂടുവാണ്. എൻഡോലിംഫ് എവിടെയാണ് ഉള്ളത്? സ്കെയില മീഡിയക്കകത്തുണ്ട്, യൂട്രിക്കിൾ സാക്യുളിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അളവ് കൂടുകയാണ്. അളവ് കൂടി എന്ത് പറ്റും? ഇവിടെ ഇത്രയും കിടക്കേണ്ട സാധനം വലുതാവും. വലുതായാൽ ഇവിടെയുള്ള റീസ്നസ് മെംബ്രെയിന് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ബൾജായിക്കൊണ്ടിരിക്കും അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച്. ബൾജായി എവിടം വരെ ബൾജാവാനാണ്? ഒരു ബലൂൺ മാക്സിമം വീർപ്പിച്ച് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അതിനനുസരിച്ച് റീസ്നസ് മെംബ്രെയിൻ പൊട്ടി എന്താ, സ്കെയില മീഡിയം സ്കെയില വെസ്റ്റിബ്യൂളും തമ്മിലൊരു കണക്ഷൻ എത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൻസ് കൈമാറും. എൻഡോലിംഫ് ഇങ്ങോട്ടും പോകും, പെരിലിംഫ് ഇങ്ങോട്ടും പോകും. അപ്പം മിക്സ് നടക്കും. അപ്പോൾ പെട്ടെന്ന് അത് പൊട്ടുമ്പോൾ എന്താ സംഭവിക്കുക? വെർട്ടിഗോ ഓടിക്കും, പെട്ടെന്നൊരു തലകറക്കം വരും. അതാണ് ഒന്നാമത്തെ ക്ലിനിക്കൽ ഫീച്ചർ. ഈ പെട്ടെന്ന് സംഭവിക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നോസിയ വരാം, വൊമിറ്റിങ് വരാം. പിന്നെ ഇത് മിക്സ് ആകുമല്ലേ, അപ്പം മിക്സ് ആകുമ്പം ഈ ഹെയർ സെൽസ് ഡാമേജ് വരും. അപ്പം ഹിയറിംഗ് ലോസും അപ്പം തന്നെ കാണും. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഈ റീസ്നസ് മെമ്മറി ഹീലാവുമ്പോൾ എന്താ, പ്രഷർ ഇക്വലൈസ് ആയി. ഹീലാവുമ്പം വെർട്ടിഗോയും മാറും, ഹിയറിംഗ് ലോസും മാറും. അപ്പോൾ ഹിയറിംഗ് ലോസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, പൊട്ടുമ്പോൾ കുറയും, ഹീലാവുമ്പോൾ മാറും. അങ്ങനെ കൂടി കുറഞ്ഞ് വരും. പക്ഷേ കുറേ കാലമായിട്ട് പൊട്ടിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഹെയർ സെൽസ് ഡാമേജ് ആയി അവസാനം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് വരും, നല്ല ഡാമേജ് വരുമ്പോൾ. അപ്പം പ്രോഗ്രസീവ്ലി സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിലേക്ക് പോകും. പിന്നെ അപ്പോൾ ഇതിൻ്റെ പത്തോജൻസിന് സിമ്പിളായിട്ട് പറയാം, എൻഡോലിംഫിൻ്റെ പ്രൊഡക്ഷൻ ഒന്നായി കൂടി, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കുറഞ്ഞു. അപ്പോൾ എൻഡോലിംഫ് കൂടി, ഡയലറ്റേഷൻ ഓഫ് സ്കെയില മീഡിയ യൂട്രിക്കിൾ സാക്യുലം. അപ്പം റൈസ്നസ് മെംബ്രെയിൻ റപ്ചർ ആവും, രണ്ടിൻ്റെ മിക്സ് വരും, എൻഡോലിംഫിൻ്റെ പെരിലിംഫിൻ്റെ മിക്സ് വരും, ഡാമേജ് വരും, ഹിയറിംഗ് ലോസും വെർട്ടിഗോയും വരും. അവസാനം ഹീലാവുമ്പം പ്രഷർ ഇക്വലൈസ് ആകുമ്പം സിംറ്റംസ് റിലീവ് ആവും. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ നമ്മൾ സ്കെയില മീഡിയയുടെ ഡയലറ്റേഷനാണ് പറഞ്ഞത്. ഇനി യൂട്രിക്കിൾ സാക്യുലർ ഡയലക്റ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കാം? അത് ഡയലക്റ്റ് ആകുമ്പോൾ ലീനിയർ ആക്സലറേഷനാണ് അഫക്റ്റ് ആവുന്നത്. അത് അഫക്റ്റ് ആയ എന്താ, ഡ്രോപ്പ് അറ്റാക്ക് അല്ലെങ്കിൽ തുമാർക്കിംഗ് ക്രൈസിസ് നടക്കും. അതായത് ഒന്നുമില്ല, അൺകോൺഷ്യസ് ആവാതെ ഒരാൾ താഴെ വീഴുക, ബോധം കെടാതെ താഴത്തോട്ട് വീഴുക, അതാണ് തുമാർക്കിംഗ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനി പ്രഷർ ഇൻഡ്യൂസ്ഡ് വെർട്ടിഗോ വരാം. അതായത് യൂട്രിക്കിൾ സാക്യുലർ ഡയലക്റ്റ് ആയി കിടക്കുക. അപ്പം ചെറിയൊരു പ്രഷർ, അതായത് ഒരു ചുമ, അല്ലെങ്കിൽ വൽസാൽവ മാനുവർ, അല്ലെങ്കിൽ ലൗഡ് സൗണ്ട് കേൾക്കുമ്പം ഫുഡ് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് വെർട്ടിഗോ വരും. അതിൻ്റെ പേരാണ് തുള്ളിയോ ഫിനോമിൻ അല്ലെങ്കിൽ ഹെനബർട്ട് സൈൻ. കാരണം നമ്മുടെ യൂട്രിക്കിളും സാക്യുലും നല്ല ഡൈലേറ്റ് ആയി ഇരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റിൽ തന്നെ വെർട്ടിഗോ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് എൻഡോലിംഫ് കൂടുന്നത്? അതിൻ്റെ ഉത്തരവാണ് ഈ എത്തിയോളജി കിടക്കുന്നത്. അലർജി ആവാം, ഓട്ടോ ഇമ്മ്യൂൺ ആവാം, വയർത്തള്ളിക്കോ, അലർജി, ഓട്ടോ ഇമ്മ്യൂൺ, വയറിൽ സ്ട്രെസ്സ്, സോഡിയം വാട്ടറും കൂടി. അപ്പം എന്തായാലും എൻഡോലിംഫ് കൂടണമല്ലോ, അതൊരു കണ്ടന്റ് ആണല്ലോ. ഹൈപ്പോ തൈറോയിഡ്സ് ആവാം, ഡിഫക്റ്റീവ് അബ്സോർപ്ഷൻ ആവാം. എത്തിയോളജി നമ്മൾ സിമ്പിളായിട്ട് തള്ളി വെച്ചു, പത്തോജൻസിസ് നമ്മൾ ഓർത്ത് മനസ്സിലാക്കി എഴുതി വെച്ചു, ഫ്ലോ ചാർട്ടായിട്ട് തന്നെ എഴുതി വെച്ചോ. ഈ വേണമെങ്കിൽ പടവും കൂടെ വരച്ചോ, ആ പൊട്ടുന്നതൊക്കെ പടം ഇങ്ങനെ വരച്ചോ, മിക്സ് ആവുന്നതൊക്കെ വരച്ചോ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, വെർട്ടിഗോ എത്ര നേരം വരാം? 20 മിനിറ്റ് മുതൽ 24 മണിക്കൂർ വരെ വരാം. അപ്പം അസോസിയേറ്റഡ് ആയിട്ട് നോസിയ, വൊമിറ്റിങ്ങും ഉണ്ടാവും. ഹിയറിംഗ് ലോസ് ഞാൻ പറഞ്ഞു, ഫ്ലക്ച്വേറ്റിംഗ് ആണ്, പൊട്ടുമ്പോൾ കുറയും, ഹീലാവുമ്പോൾ നല്ല നോർമലായിട്ട് വരും. ഈ കുറേ നാൾ പൊട്ടിക്കൊണ്ടിരുന്നാൽ അതിനനുസരിച്ച് ഡാമേജ് അടിച്ചിട്ട് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് വരും. ഓക്കെ, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ട്. ഇത് പഠിച്ചാൽ ഒരു 2 ഇൻവെസ്റ്റിഗേഷൻ കൈ കിട്ടും. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൗണ്ടിൻ്റെ വ്യത്യാസം തന്നെ നമുക്ക് ഭയങ്കര ലൗഡ് സൗണ്ടായിട്ട് തോന്നും. ചെറിയൊരു സൗണ്ടിൻ്റെ വ്യത്യാസം തന്നെ ഭയങ്കര ലൗഡായിട്ട് തോന്നും. അതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡിപ്ലാക്സിസ് ഉണ്ട്, അത് 2 ചെവിയിലും 2 ഫ്രീക്വൻസി കേൾക്കണം, അത്രേ ഉള്ളൂ. ഇന്നർ ഇയറിൻ്റെ പ്രശ്നമാണ്, ടിന്നിറ്റസ് വരാം. സബ്ജക്റ്റീവാണ്, പേഷ്യൻറ്റിന് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഈ ടിന്നിറ്റസ് വേറൊരു ചോദ്യമാണ് ഇവിടുത്തെ. ഇനി ഫുൾനെസ് ഇൻ ദ ഇയർ. ഓക്കെ, എൻഡോലിംഫാറ്റിക് ഹൈഡ്രോപ്സ് ആണ് ഫുൾനെസ് ഇൻ ദ ഇയർ. നമുക്ക് ഇയർ ഫുള്ളായിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി ഇൻവെസ്റ്റിഗേഷൻ. ചെവിയുടെ ഏതൊരു പ്രശ്നമാണ്, ട്യൂണിംഗ് ഫോർക്ക് ആദ്യം ചെയ്യാം. ട്യൂണിംഗ് ഫോർക്ക് ചെയ്യുമ്പോൾ എന്താ, ഞാൻ റിന്നെ ചെയ്തു, സെൻസറി ന്യൂറല, റിന്നെ പോസിറ്റീവ്, അതായത് എയർ കണ്ടക്ഷൻ ഗ്രേറ്റർ ദാൻ ബോൺ കണ്ടക്ഷൻ, വെബർ ചെയ്ത്.
വെബർ ചെയ്തപ്പോൾ എങ്ങോട്ട് പോകും? സെൻസറി ന്യൂറൽ ആണെങ്കിൽ നോർമൽ സൈഡിലേക്ക് പോകും. നോർമൽ. ഇനി ഞാൻ അബ്സൊല്യൂട്ട് ബോൺ കണ്ടക്ഷനും ഷോ ബാക്കും ചെയ്ത്, അപ്പോൾ ബോൺ കണ്ടക്ഷൻ സെൻസറി ന്യൂറൽ ഉണ്ട്, ബോൺ കണ്ടക്ഷൻ കുറഞ്ഞു കാണും. അപ്പോൾ ഇത് രണ്ടും ഡിക്രീസ്ഡ്. ഇനി അടുത്ത് നമുക്ക് ഓഡിയോഗ്രാം നോക്കാം. ഓഡിയോഗ്രാമിൽ എന്താ? എയർ കണ്ടക്ഷൻ കുറഞ്ഞ് ബോൺ കണ്ടക്ഷനും കുറഞ്ഞ്, അത് രണ്ടും കുറയുമ്പോൾ എന്താ? അതിൻ്റെ അടുത്തുള്ള ഗ്യാപ്പ് തീരെ കുറഞ്ഞു, നോ എ ബി ഗ്യാപ്പ്. ഇനി ചെയ്യേണ്ടതാണ് എസ് ഐ ഷോർട്ട് ഇൻക്രിമെൻറ്റ് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ്. ഒന്നുമില്ല, സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്, അത് ചെറിയൊരു ചേഞ്ച് ഇൻ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ആ ഇൻഡെക്സ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി റിക്രൂട്ട്മെൻറ്റ് പഠിച്ചു. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൗണ്ട് പോലും നന്നായിട്ട് കേൾക്കും, ഭയങ്കര ലൗഡായിട്ട് കേൾക്കും. അപ്പം എന്തായാലും എസ് ഐ ഷോർട്ട് ഇൻക്രിമെൻറ്റ് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് 70 to 100% സ്റ്റഫീഡിയൽ റിഫ്ലക്സ്. എന്താ സ്റ്റഫീഡിയൽ റിഫ്ലക്സ്? ഭയങ്കര ലൗഡിൽ സൗണ്ട് കേട്ടാൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അനുസരിച്ച് നമ്മുടെ സ്റ്റേപ്പിസ് കൺട്രാക്റ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പം ലൗഡ് സൗണ്ട് വേണം. ഇവിടെ ചെറിയ സൗണ്ടിൻ്റെ വ്യത്യാസം പോലും നല്ല ലൗഡായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രഷോൾഡ് കുറയും. ഓക്കെ, ഇനി ഇലക്ട്രോ കോക്ലിയോഗ്രാഫി അതൊന്ന് കാണാൻ പാഠം പഠിച്ചേക്ക് 0.45 മേളിലായിരിക്കും. നോർമലാണെങ്കിൽ 0.45 താഴെ ആയിരിക്കും. ഗ്ലിസറോൾ ടെസ്റ്റ്. ഗ്ലിസറോൾ കൊടുത്തു കഴിഞ്ഞാൽ, ഗ്ലിസറോൾ എന്താ? ഒരു ഹൈഗ്രോസ്കോപ്പിക് ഏജൻ്റാണ്. വാട്ടറിനെ വലിച്ച എൻഡോലിംഫ് കുറയും. അപ്പോൾ സിംറ്റംസ് ഇമ്പ്രൂവ് ആവും. ഗ്ലിസറോൾ ടെസ്റ്റ് പോസിറ്റീവാണ്. MRI ഗഡോണിയം അതൊന്നുമില്ല. MRI കോൺട്രാസ്റ്റ് കൊടുത്താൽ പെരിലിംഫിലാണ് കോൺട്രാസ്റ്റ് ഇരിക്കുക. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക? മിക്സായി, പെരിയും എൻഡോയും തമ്മിൽ മിക്സായി. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും കോൺട്രാസ്റ്റ് കാണാം. അത് ഇത്രയാണ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ്. ആദ്യത്തെ ഹെഡിങ് ജനറലായിട്ട് കുറച്ച് ജനറൽ, അതായത് പേഷ്യൻ്റ് ഭയങ്കര പേടിയിരിക്കും, എപ്പോൾ വെർട്ടിഗോ വരും എന്നുള്ളത്. അപ്പോൾ അവർക്ക് റീഅഷുറൻസ് കൊടുക്കുക. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക. എൻഡോലിംഫ് കുറയ്ക്കാനുള്ള എല്ലാ വഴികളും നോക്കുക. സോൾട്ട് റെസ്ട്രിക്ഷൻ, എക്സസ് വാട്ടർ, ആൽക്കഹോൾ, സ്ട്രെസ്സ്, ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. വെർട്ടിഗോ വന്നാൽ പണി വളരണം, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുക. പെട്ടെന്നൊരു അറ്റാക്ക് വന്നു, എന്ത് ചെയ്യും? ബെഡ് റെസ്റ്റ് കൊടുക്കാം. കൂടുതൽ വോമിറ്റിംഗ് വന്നാൽ വെർട്ടിഗോയായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കൂടുതൽ വോമിറ്റിംഗ് വന്നാൽ IV ഫ്ലൂയിഡോ ഇലക്ട്രോലൈറ്റും കൊടുക്കാം. ഇനി വെസ്റ്റിബുലാർ സപ്രസൻ്റ് ആയിട്ട് ക്ലോർപെറസിൻ കൊടുക്കാം. ഇനി ക്രോണിക് ബീറ്റ എസ്റ്റീൻ കൊടുക്കാം. അതൊരു വാസോ ഡയലേറ്ററാണ്. ഡയോറിറ്റിക്സ് കൊടുക്കാം, ഹൈഡ്രോപ്സ് റെഡ്യൂസ് ചെയ്യാൻ. അലർജി, എത്തിയോളജി പഠിച്ച അലർജി ഇവിടെ ട്രീറ്റ് ചെയ്യാം. ഹൈപ്പോതൈറോയിഡിസം ഇവിടെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എത്തിയോളജി ഓർമ്മയുണ്ടെങ്കിൽ കുറേ ട്രീറ്റ്മെൻറ്റ് എഴുതാൻ പറ്റും. ഇനി കേൾവി ഉണ്ട്, കുറച്ചെങ്കിലും കേൾവി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ്സ് കൊടുത്ത് നോക്കാം. കേൾവി കുറവാണെങ്കിൽ നമുക്ക് ജെൻഡാമൈസിൻ ഉപയോഗിച്ചൊന്ന് ഡിസ്ട്രക്റ്റീവ് പ്രൊസീജിയറായിട്ട്, വെസ്റ്റിബുലോ ടോക്സിക്കാണ് ജെൻഡാമൈസിൻ, അപ്പോൾ അത് കൊടുത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം വെസ്റ്റിബുലാറിൻ്റെ ഫംഗ്ഷൻ. ഇത് മെഡിക്കലാണ്. ഇനി സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോലിംഫാറ്റിക് സാക്ക് ഒന്ന് ഡീകംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഷണ്ട് കൊടുക്കാം. അത് തമ്മിൽ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ ലാസ്റ്റ് വെസ്റ്റിബുലാർ നെർവ് റിസെക്ഷനോ അല്ലെങ്കിൽ ലാബ്രിൻതെക്ടമിയോ ചെയ്യാം ലാസ്റ്റ് റിസോർട്ടായിട്ട്. പിന്നെ ഒരു മിനിയറ്റ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഡിവൈസ് യൂസ് ചെയ്താൽ ഒരു ലോ ആയിട്ട് പൾസ് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും. ലോ പൾസ് പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂടും, എൻഡോലിംഫിൻ്റെ അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ എൻഡോലിംഫിൻ്റെ അളവ് കുറയും. അതും ഒരു മെത്തേഡാണ്.